ഞങ്ങൾ കടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ സ്കൂൾ റോഡിലാണ്, സ്കൂളിൻ്റെ ചൂരമല സ്കൂൾ റോഡിലാണ്. ഞങ്ങൾ ഉറങ്ങി ഒരു 1:15 ഇങ്ങോട്ടാവുക. അപ്പോൾ ആകെ ഒരു കുലുക്കം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കുലുക്കം ചോദിച്ച് വാതിൽ തുറക്കുമ്പോൾ എവിടെയും വാതിൽ തുറന്നിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ വെളിച്ചൊന്നുമില്ല. അവൾ പുറത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ മോൻ പറഞ്ഞു, ഉമ്മ എന്തോ സംഭവിക്കുന്നുണ്ട്, നമുക്ക് നേരെ കയറുകയാണ്. അങ്ങനെ പുഴയെക്കൂടെയാണ് പോണത് പറഞ്ഞു. നമുക്കല്ല പുഴയെക്കൂടെയാണ് പോണത് പറഞ്ഞു. അങ്ങനെ മേലെ വാർപ്പിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ വീടുകളൊക്കെ പകുതി അയക്കുന്നത്. അപ്പോൾ ഇവർ അപ്പുറത്തെ വീട്ടിൽ മുങ്ങി കിടക്കുകയാണ്. ഞങ്ങൾ മോൾ കയറിയിരിക്കുകയാണ്. ഇവർ എന്നിട്ട് അപ്പം മോൻ പോയിട്ട് അവിടെ ഇത് ഇളയച്ചൻ്റെ വീട്ടാണ്. അവിടെ മോൻ പറഞ്ഞു, അമ്മച്ചിനോരെ പോയി കൊണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് മോൻ ഞങ്ങളവിടെ നിർത്തി. മോൻ പോയിട്ട് ഓലെ ഇതിൽ വരാൻ പറ്റില്ല, അതിലെ കൊണ്ടായിരുന്നു. കാട്ടുന്ന അതിലേക്ക് പോയി ഓലെ ഇങ്ങോട്ട് കടത്തി ഓരോ കൊണ്ടു. ഇവരൊക്കെ മണ്ണൂട്ടിലായിരുന്നു, മണ്ണിന്ന് നീച്ചു കഴിഞ്ഞു. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മണ്ണുകട്ടങ്ങനെയായിരുന്നു. നമ്മളിങ്ങനത്തെ ജനല്, ഞാൻ കിടക്കുന്നിടത്ത് ഇങ്ങനെ ഒരു ജനലുണ്ട്. ആ ജനലിൽ ചീറി വരുന്ന ഒരു ശബ്ദം ഞാൻ ഉറങ്ങുകയാണ്. ഉറക്കത്തുനിന്ന് ചീറി വരുന്നൊരു ശബ്ദം ഞെട്ടി ഉണർന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ട് നിന്ന് ആ ഒച്ചയിൽ അങ്ങനെ കയ്യിങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് നിന്ന് എന്താ വരുന്നേ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നിന്നപ്പം ഈ ജനൽ പൊട്ടിയിട്ട് വീട്ടിക്ക് ഒറ്റ വരും. ഞാൻ തള്ളി അങ്ങോട്ട് പോയി, വെട്ടി മുഴങ്ങിയ പോലെ അങ്ങോട്ട് വന്നിട്ട് ഞാൻ തള്ളി പുറത്തേക്ക് പോയി. ഈ അൾമറ സ്റ്റീലിൻ്റെ വലിയ അൾമറയാണ്. അത് ഈ വെള്ളം പൊങ്ങിയപ്പം എൻ്റെ മേത്ത് ഇത്രക്ക് വെള്ളം പൊങ്ങിയപ്പോൾ എൻ്റെ മേത്തേക്ക് ഈ അൾമറ കൊണ്ട് വീണപ്പം ഞാൻ ആകെ താന്ന് ഈ അൾമറിന് ഞാൻ അധികം പൊക്കമില്ലാത്ത ആളായി താന്ന് ഈ അൾമറൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ അൾമറ നല്ല ഭാഗ്യത്തിന് അവിടെ കട്ടിലിൻ്റെ ഒരു ഭാഗത്തേക്ക് കുറച്ച് ചാഞ്ഞു നിന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കേപ്പിട്ടി ശ്വാസം വിടാൻ മാത്രം. എന്നാലും അൾമറ എൻ്റെ മേത്താണ്. എൻ്റെ കാലൊക്കെ അമർന്ന് കിടക്കുകയാണ്. ഞാൻ കുറേ ചളിവെള്ളം കുടിച്ചു. ചെടിയിലും മൂക്കിലും കണ്ണിലും ഒക്കെ മണൽ വെള്ളം പോയി. അങ്ങനെ അവസ്ഥയായിട്ട് കിടക്കുന്ന സമയത്ത് മോനെയൊന്നും വിളിച്ചിട്ട് കേൾക്കണില്ല. അടുക്കളപ്പണി ഗൾഫ് സൗദിയിൽ പോയിട്ട് അടുക്കളപ്പണിയിട്ട് ഞങ്ങൾ ആ കൊറോണ ടൈമിലാണ് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് 5 കൊല്ലമായിട്ട് നിൽക്കുന്നുള്ളൂ. അതൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് ഓരോ വണ്ടി വാങ്ങിക്കൊടുത്ത് അത് ഓടിച്ചിട്ട് ആ ജീവിതത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഞങ്ങൾ വീട്ടുപണിക്ക് പോയതാണ്. സൗദിയിൽ വീട്ടുപണിക്ക് പോയിട്ടാണ് ആ വീടൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു വണ്ടിയൊക്കെ വാങ്ങി ആ വണ്ടി ഓടിച്ചിട്ടപ്പോൾ ഞങ്ങൾ ടാക്സിയാണ്, ജീപ്പാണ്. എൻ്റെ മോനത് ജീപ്പ് വെറുതെ ഇലക്ട്രോണിക്സിൻ്റെ കറണ്ടിൻ്റെ ഓട്ടോറിക്ഷയാണ്. അത് അവർക്ക് കയ്യിൽ പോയി. ജീവിക്കാൻ മാർഗം ഞങ്ങൾക്ക് ഒരു മാർഗം ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് പണിയെടുക്കാനൊക്കെ ആവതുമില്ല. ഇപ്പം ആവതുമില്ല. എത്ര വയസ്സായി? ഇപ്പം 55 62 വയസ്സായി. 62. ഇപ്പം ഞങ്ങൾ അവിടെ ഞങ്ങൾ നിൽക്കുന്ന അവിടെ നോക്കുമ്പോൾ ഞങ്ങൾ തിരിഞ്ഞിവിടെ കടന്നിരിക്കുന്നു. പുഴ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പുഴ കിടക്കുന്നുണ്ട്, അവിടെ അതേ ഉള്ളൂ കാണുന്നത്.